Hello everyone, welcome back. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ട്രെൻഡിങ് 3D സൂം എഫക്റ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് കൂടുതൽ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുവാണ്. നമുക്കിത് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഉള്ളിൽ ചെയ്യാം, ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി നമ്മളൊരു ബേസിക് സീരീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം ആൻഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഫോട്ടോഷോപ്പിലേക്ക് നമ്മുടെ ഇമേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ സബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പിലെ സെലക്ട് സബ്ജക്റ്റ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല പൊളിയായിട്ട് ഫോട്ടോഷോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും സെലക്ഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടി പോയിട്ടുണ്ടെങ്കിലോ ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ സബ്ജക്റ്റിനെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് Ctrl+J ഉപയോഗിച്ച് ഈ ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് പുതിയൊരു ലെയറിൽ സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നിന്ന് ഈ സബ്ജക്റ്റിനെ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ആദ്യം Ctrl ഹോൾഡ് ചെയ്തിട്ട് സബ്ജക്റ്റ് ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അങ്ങനെ സെലക്ഷൻ ഓപ്പൺ ചെയ്യാം. ഇനി ഞാൻ ഈ സെലക്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ്. അതിനുവേണ്ടി സെലക്ട്, മോഡിഫൈ, എക്സ്പാൻഡ് സെലക്ട് ചെയ്യാം. ഒരു 5 പിക്സൽസ് ഞാൻ കൊടുക്കുവാണ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക്, കോണ്ടന്റ് അവർ ഫില്ല് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ലെയർ റാസ്റ്ററൈസ് ചെയ്യണം. റാസ്റ്ററൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബിഗിനേഴ്സ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ. റാസ്റ്ററൈസ് ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇമേജിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക്, കോണ്ടന്റ് അവർ ഫില്ല് സെലക്ട് ചെയ്യാം. കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോട്ടോഷോപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. Ctrl+D ഉപയോഗിച്ച് ഞാൻ ഡീസെലക്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കോപ്പി ലെയറും ബാക്ക്ഗ്രൗണ്ട് ലെയറും സെലക്ട് ചെയ്തിട്ട് Ctrl+E ഉപയോഗിച്ച് മെർജ് ചെയ്യാം. ഓക്കെ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് സ്പോട്ട് ഹീലിംഗ് ടൂൾ വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിവിടെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ലെയറും എക്സ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിത് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യാം. എന്നിട്ട് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റ് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ, സേവ് ആസ് സെലക്ട് ചെയ്യാം. ആൻഡ് എന്നതിന് നെയിം കൊടുക്കുവാണ്. എന്നിട്ട് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യമില്ല. സോ ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ PSD ഫയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ ഫയൽ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുവാണ്. ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് കൈൻഡ് കോമ്പോസിഷൻ സെലക്ട് ചെയ്യണം. ഫൂട്ടേജ് സെലക്ട് ചെയ്താൽ ഇതെല്ലാം മേർജ് ചെയ്തിട്ട് ഒരൊറ്റ ഇമേജ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് സെപ്പറേറ്റ് ലെയർ ആയിട്ട് വേണം. സോ ഇമ്പോർട്ട് കൈൻഡ് നമുക്ക് കോമ്പോസിഷൻ സെലക്ട് ചെയ്യാം. ആൻഡ് എഡിറ്റബിൾ ലെയർ സ്റ്റൈൽസ് ഓൺ ആക്കി ഇടുക. മേർജ് ലെയർ സ്റ്റൈൽസ് ഇൻറ്റു ഫൂട്ടേജ് സെലക്ട് ചെയ്താൽ രണ്ടും ഒരു ഇമേജ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇമേജ് വേണ്ടതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഫോൾഡർ ആൻഡ് ഒരു കോമ്പ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ രണ്ട് ലെയേഴ്സ് ഇവിടെ കാണാം. ഇനി കോമ്പോസിഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ രണ്ട് ലെയേഴ്സും കോമ്പിൽ വന്നിരിക്കുന്നതാണ്. എനിക്ക് ടോട്ടൽ ഡ്യൂറേഷൻ ഒരു 2 സെക്കൻഡ്സ് മതി. സോ ഞാൻ വർക്ക് ഏരിയ ഒന്ന് ട്രിം ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കൊരു പുതിയ ക്യാമറ ക്രിയേറ്റ് ചെയ്യണം. ക്യാമറ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് Ctrl+Alt+Shift+C. അതിന് ക്യാമറ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ടൈപ്പ് 2 നോട്ട് ക്യാമറയാണ്. ക്യാമറ നെയിം ക്യാമറ 1 തന്നെ കൊടുത്തു. പ്രീസെറ്റ് നമ്മൾ 50mm ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ക്യാമറയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ആൻഡ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ക്യാമറയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി ഞാൻ ഓക്കെ പ്രസ് ചെയ്യുവാണ്. പുതിയൊരു ക്യാമറ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ബാക്കി ലെയേഴ്സിലെല്ലാം നമുക്ക് 3D എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. നമുക്ക് C ആക്സിസിൽ ഈ ഇമേജ് അങ്ങ് ദൂരെ കൊണ്ടുവെക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഓർബിറ്റ് അറൗണ്ട് ടൂൾ സെലക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ സബ്ജക്റ്റ് ഫ്രണ്ടിലും ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ദൂരെ ഇരിക്കുന്നതും കാണാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ടൂൾസിനെ കുറിച്ചും ആൻഡ് 3D ലെയറിനെ കുറിച്ചും ഒന്നും അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ക്യാമറയുടെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഡിഫോൾട്ട് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. അത് നമുക്ക് വീഡിയോയുടെ എൻഡിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഞാനിത് കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് മാറ്റി കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ബ്ലാങ്ക് പോർഷൻ കാണാം. അത് ഞാൻ ഇവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ സ്കെയിലോ അല്ലെങ്കിൽ പൊസിഷനോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആകാൻ വേണ്ടി കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം, ECC ചെയ്യാൻ വേണ്ടി. ഇനി ഞാൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് പൊസിഷൻ്റെ ഡയമെൻഷൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, സെപ്പറേറ്റ് ഡയമെൻഷൻസ് സെലക്ട് ചെയ്യാം.
ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് വൈ സി പൊസിഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എക്സ് പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുവാണ്. സോ ഇവിടെ ഗ്രാജുവലി സ്പീഡ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഗ്രാഫ് ഞാൻ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വൈ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെയും ഞാൻ ഗ്രാജുവലി സ്പീഡ് കുറഞ്ഞു വരുന്ന രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്യുവാണ്. ആൻഡ് ഫൈനലായിട്ട് സി പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് സെയിം രീതിയിൽ ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് 3D സൂം ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സബ്ജക്റ്റിന് ഒരു ചെറിയ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പപ്പറ്റ് പിൻ ടൂളാണ്. പപ്പറ്റ് പിൻ ടൂളിനെ പറ്റി നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പപ്പറ്റ് പിൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻറ്റ് പോയിൻറ്റ്സ് ഇമേജിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് ആ പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ ഞാൻ സബ്ജക്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് പ്ലേ ഹെഡ് വീഡിയോയുടെ എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പോയിൻറ്റ്സ് ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. ചെറിയ മൂവ്മെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ വീഡിയോ മടുപ്പായിരിക്കും. സോ ചെറിയ മൂവ്മെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് യു ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ കീ ഫ്രെയിംസ് എല്ലാം കാണാം. സോ ഞാൻ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യുവാണ് ECC ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ചെറിയൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഒരു തവണ ഞങ്ങളുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പപ്പറ്റ് പിൻ ടൂൾ ഉപയോഗിച്ച് ചെറിയ ആനിമേഷൻസ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ആനിമേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഓവർലേസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലെൻസ് ഫ്ലെയേഴ്സ് ആഡ് ചെയ്യാം, ഓർ ലൈറ്റ് ലീക്സ് ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓവർലേസ് ആഡ് ചെയ്യാം. ഇങ്ങനെ ഓവർലേസ് ആഡ് ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടെ മൂവ്മെൻറ്റും ലൈഫും നമ്മുടെ ആനിമേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ ഇവിടെ ലൈറ്റ് ലീക്സ് ആണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് AeJuice പാക്കാണ്. ബിക്കോസ് ഇഷ്ടം പോലെ ആസറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ആൻഡ് AeJuice പാക്കിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പ്രിസർ എഫക്റ്റ് യൂസ് ചെയ്യാം, VHS എഫക്റ്റ് യൂസ് ചെയ്യാം, ഓർ ലെറ്റർ ബോക്സ്, സ്പ്ലിറ്റ് സ്ക്രീൻ, ഫിലിം നോയ്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ലൈറ്റ് ലീക്സ് പാക്കാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ലൈറ്റ് ലീക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ലൈറ്റ് ലീക്ക് 5 സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് പ്രസ് ചെയ്യുവാണ്. ആൻഡ് ഓവർലേ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാവുന്നൊരു കാര്യമാണ് സൗണ്ട് എഫക്ട്സ്. അത് യൂസ് ചെയ്ത് നമ്മുടെ ഇമേജിന് കുറച്ചുകൂടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഫോർ എക്സാമ്പിൾ വാട്ടർഫോൾസിൻ്റെ ഒരു ഇമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർഫോൾസിൻ്റെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നേച്ചറിൻ്റെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം. ഇതുപോലെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് നമ്മുടെ ഇമേജിന് കുറച്ചുകൂടെ ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ആൻഡ് സൗണ്ട് എഫക്ട്സ് അപ്പോൾ നമ്മൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല. AeJuice പാക്കിൽ തന്നെ ഇഷ്ടം പോലെ ഹൈ ക്വാളിറ്റി ഫ്രീ സൗണ്ട് എഫക്ട്സ് അവൈലബിൾ ആണ്. ആൻഡ് AeJuice പാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തൽക്കാലം സൗണ്ട് എഫക്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് വേറൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ആ വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ലൈറ്റ് ലീക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ കൊടുക്കാം. ആൻഡ് ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നതാണ്. ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ലെയേഴ്സിനെല്ലാം മോഷൻ ബ്ലറോടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ സിമ്പിൾ ഒരു ഇമേജിനെ നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ ഒരു അടിപൊളി ആനിമേഷൻ ആക്കി മാറ്റാൻ വേണ്ടി കഴിയും. ആൻഡ് ഇതുപോലെ ഇമേജസ് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോസ് കണ്ടാൽ മതി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.